അസ്സലാമു അലൈക്കും. ഖുർആൻ പ്രഭാതം 119. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ഷാഹാ വസ്സമാഇ വമാ ബനാഹാ. സദഖല്ലാഹു മൗലാനൽ അദീം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഷംസിലെ 3, 4, 5 വചനങ്ങളാണ്. വന്നഹാരി ഇദാ ജല്ലാഹ, സൂര്യനെ തെളിയിച്ച് കാണിക്കുന്ന പകൽ സാക്ഷിയാണ്. വല്ലൈലി ഇദാ യഗ്ഷാഹ, സൂര്യനെ മറച്ചു വെക്കുന്ന രാത്രിയും സാക്ഷിയാണ്. സത്യത്തിൽ സൂര്യൻ പകലിനെ വെളിപ്പെടുത്തുകയല്ലേ, അല്ലെങ്കിൽ രാത്രിയെ മറച്ചു വെക്കുകയല്ലേ? അങ്ങനെ തിരിച്ചും പറയാം, അതാണ് ശരി. പക്ഷേ പകലിങ്ങനെ സജീവമായി വരുമ്പോൾ സൂര്യൻ തെളിഞ്ഞിങ്ങനെ വരും. അതുകൊണ്ട് അങ്ങനെ പ്രയോഗിച്ചത് സത്യത്തിൽ സൂര്യൻ തെളിഞ്ഞു വരുമ്പോഴാണ് പകൽ വെളിപ്പെടുന്നത്. അതാണ് സത്യത്തിലുള്ളത്. എന്നാൽ തിരിച്ചും പറയാവുന്നതാണ്. ഇതിനെയാണ് അറബി സാഹിത്യത്തിൽ ഇതേക്കുറിച്ച്, ഈ ഒരു പ്രയോഗത്തെക്കുറിച്ച്, ഈ ക്രിയയെ സാധാരണ പറയാറുള്ളത്, ആ പ്രയോഗം മജാസിയാണ് എന്നാണ് പറയാറുള്ളത്. അത് യഥാർത്ഥത്തിൽ പറഞ്ഞതല്ല. ഏതുപോലെ ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാകും. നഹാറുഹു സായിം, അവൻ്റെ പകൽ നോമ്പുകാരനാണ്. അവൻ പകലിൽ നോമ്പുകാരനാണ്. അവൻ്റെ പകലല്ല നോമ്പുകാരൻ, അവനാ നോമ്പുകാരൻ. പക്ഷെ പകൽ നോമ്പുകാരനാണ് എന്ന് പറയുമ്പോൾ പറഞ്ഞാലും, രാത്രി സൂര്യനെ മറച്ചു വെക്കുക എന്ന് പറഞ്ഞാലും, തിരിച്ച് സൂര്യൻ പകലിനെ വെളിപ്പെടുത്തി സൂര്യൻ രാത്രിയെ മറച്ചു വെച്ചു എന്ന് പറഞ്ഞാലും ഒക്കെ ഉദ്ദേശം ഒന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ആശയം ഒന്നേ ഉള്ളൂ. അതെന്താണ്? സൂര്യൻ്റെ പകലിൻ്റെ വെളിച്ചവും രാത്രിയുടെ ഇരുട്ടും സാക്ഷി എന്നാണ്. ഇനി ഇവിടെ തന്നെ ഇതിൻ്റെ പദസംബന്ധമായുള്ള ഒരു ചർച്ചയിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണത്? വല്ലൈലി വന്നഹാരി ഇദാ ജല്ലാഹ എന്ന് പറഞ്ഞപ്പോൾ സൂര്യനെ വെളുപ്പിക്കുമ്പോൾ പകൽ സാക്ഷിയാണെന്ന് പറഞ്ഞപ്പോൾ ജല്ല എന്ന് പറഞ്ഞത് പാസ്റ്റ് ടെൻസാണ്, ഭൂതകാലമാണ്. അതേസമയം വല്ലൈലി ഇദാ ഗശിയഹ എന്ന് പറയാതെ അതേ രൂപത്തിൽ തന്നെ ഭൂതകാലമാക്കി പറയുകയാണെങ്കിൽ അങ്ങനെ പറയണം. പക്ഷേ അവിടെ ഫ്യൂച്ചർ ടെൻസിലാ പറഞ്ഞത്, ഭാവി കാലമായി യഗ്ഷ. എന്തുകൊണ്ട്? അള്ളാഹുവിന് കാലമില്ല. ഇസ്മായിലുൽ ഹഖി തങ്ങൾ പറഞ്ഞു, ഇതെന്തിനാണ്? ലിദ്ദലാലത്തി അലാ അന്നഹു തആല ലാ യജ്രി അലൈഹി സമാൻ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കാലല്ല, അവന് മുസ്തഖ്ബിലും മാളി പോലെ തന്നെയാണ്. അവന് ഭൂതം, ഭാവി, വർത്തമാനം ഇങ്ങനെ കാലങ്ങളില്ല. കാലത്തിനോ സ്ഥലത്തിനോ ഒന്നും ഒതുങ്ങിത്തരാത്തവനാണ് പടച്ച റബ്ബ് എന്നർത്ഥം. പിന്നീട് വസ്സമാഇ വമാ ബനാഹ, ഇനി ഈ രാവിൻ്റെയും പകലിൻ്റെയും അന്തരത്തെക്കുറിച്ചും അത് പിടിച്ച് സത്യം ചെയ്തതിൻ്റെ താല്പര്യവും ഒക്കെ നമ്മൾ സൂറത്തുൽ ലൈലിൽ പഠിച്ച സ്ഥിതിക്ക് അതിലേക്ക് വിശാലമായി കടക്കുന്നില്ല. വസ്സമാഇ വമാ ബനാഹ, ആകാശവും അതിൻ്റെ നിർമ്മാണ ഭംഗിയും സാക്ഷിയാണ്. ഇനി അതിലേക്ക് കടന്നു വരാം. വസ്സമാഇ വമാ ബനാഹ. വമാ ബനാഹ എന്നതിൻ്റെ പദസംബന്ധമായ ഒരു ചർച്ച, അവിടെയുള്ള മാ എന്നതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്തേണ്ടതുണ്ട്. വിവരമുള്ളവർക്കൊരു സംശയം അവിടെ വരും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത് നാളെ പറയാം. ഇന്നതിൻ്റെ ഉദ്ദേശിയാണ് പറയുന്നത്. വസ്സമാഇ വമാ ബനാഹ, ആകാശവും ആ ആകാശത്തിൻ്റെ നിർമ്മാണവും സാക്ഷിയാണ്. നിർമ്മാണ ഭംഗിയും സാക്ഷിയാണ്. ആകാശവും അതിൻ്റെ നിർമ്മാണ കലയും സാക്ഷിയാണ്. എന്താ കാരണം? ആകാശത്തിൻ്റെ നിർമ്മാണം അത് സുന്ദരമാണ്. അത് സുന്ദരമാണ്. കുറ്റമറ്റ രൂപത്തിലാണ് അള്ളാഹു ആകാശത്തെ നിർമ്മിച്ചിട്ടുള്ളത്. നല്ല കെട്ടുറപ്പിൽ വിശാലമായ ആകാശം. അള്ളാഹു പറഞ്ഞു, അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖ. അതും ഒന്നല്ല, 7 ആകാശങ്ങളെ തട്ടുതട്ടായി പടച്ചു വെച്ചവൻ സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞു. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്ത്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ എവിടെയും ഒരേറ്റ വ്യത്യാസം കാണാൻ, ഒരു സ്ഥലം കുഴിഞ്ഞിട്ട്, ഒരു സ്ഥലം തള്ളിയിട്ട്, ഒരു സ്ഥലം വളഞ്ഞിട്ട് ഒന്നും പറയാനില്ല. ഏറ്റ വ്യത്യാസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഒരു തവണ നോക്കിയപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സൂക്ഷ്മമായ എൻ്റെ നിരീക്ഷണത്തിൽ ആകാശ സൃഷ്ടിപ്പിന് ഞാൻ ഏറ്റ വ്യത്യാസങ്ങൾ കാണും.
അല്ലെങ്കിൽ വൈകല്യങ്ങൾ കാണുമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഫർജിഇൽ ബസർ, ഒരിക്കൽ നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ ഒരു തവണയും കൂടെ നോക്കൂ. ഹൽ തറാ മിൻ ഫുതൂർ, എവിടെയെങ്കിലും വാനലോകത്ത്, വിശാലമായി പരന്നു കിടക്കുന്ന വാനലോകത്ത് എവിടെയെങ്കിലും ഒരു വിടവെങ്കിലും വീണിട്ടുണ്ടോ? സുമ്മർജിഇൽ ബസ്വറ കറത്തൈൻ, 2 വട്ടം നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ ഇനിയും ഒരു 2 ആവർത്തിയും കൂടെ നോക്കിക്കോ എന്ന് പറഞ്ഞാൽ എത്ര തവണ നോക്കിയാലും യൻഖലിബ് ഇലൈക്കൽ ബസ്റു ഖാസിഅൻ വഹുവ ഹസീർ, നിന്റെ കണ്ണ് ഗവേഷണപൂർവം ആകാശത്തേക്ക് എറിഞ്ഞ കണ്ണുകൾ പരാജയപ്പെട്ട് ഖേദത്തോടുകൂടെ മടങ്ങി വരും. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ ഒരു കുഴപ്പവും കാണാനാവാതെ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ ആകാശം വല്ലാത്ത ഒരു ലോകമാണ്. ആകാശമുണ്ടെന്ന് സമ്മതിക്കുന്നില്ല. ഒരാകാശം തന്നെ എന്താണെന്ന് പിടുത്തവും കിട്ടിയിട്ടില്ല. 3% മാത്രമാണ്, 3% മാത്രമാണ് ആകാശത്തെക്കുറിച്ച് പഠനം നടന്നത് എന്ന് ശാസ്ത്രം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം 97 ബാക്കി കിടക്കുകയാണ്. അതായത് 97% ഇനിയും പഠിക്കാൻ ബാക്കിയാണ് എന്നർത്ഥം. എന്നിട്ട് ഒരു വിഷയത്തെക്കുറിച്ച് 3% പഠിച്ചവർ അഭിപ്രായം പറയുന്നത് എന്തൊരു വിഡ്ഢിത്തമാണ്. അവർ പറയാണ് 7 ആകാശമല്ല, ഖുർആൻ പറഞ്ഞത് തെറ്റാണ്. അല്ല, മുത്തുനബി 7 ആകാശമുണ്ട് എന്ന് മാത്രമല്ല, ഖുർആൻ 7 ആകാശമുണ്ട് എന്ന് പറഞ്ഞു, തട്ടായിട്ട് എന്ന് പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈന കുല്ലി സമാഇൻ 500 ആം, ഓരോ ആകാശത്തിൻ്റെയും ഇടയിൽ 500 കൊല്ലത്തെ വൈദൂരമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 2-ാം ആകാശത്തേക്ക്, 3-ാം ആകാശത്തേക്ക്, 4-ാം ആകാശത്തേക്ക് 7 ആകാശങ്ങൾ കൂടുമ്പോൾ എന്തുമാത്രം വലിയ ലോകമാണ്. അതാണ് വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ്, അള്ളാഹുവിൻ്റെ അധികാരം ആകാശഭൂമികൾക്ക് വിശാലമാണ്. വലാ യഊദുഹു ഹിഫ്ദുഹുമാ, ആകാശഭൂമികളെ സംരക്ഷിച്ചുകൊണ്ട് നടക്കുക എന്നത് അള്ളാഹ്ക്കൊരു പ്രയാസമുള്ള കാര്യമേ അല്ല എന്ന് നമ്മുടെ ആയത്താണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചെറിയ സംഗതിയല്ല എന്ന് നാം കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട്. അതൊക്കെ മനസ്സിലാക്കുമ്പോഴേ ഇപ്പറഞ്ഞ ആയത്തുകളുടെയും അതുപോലെ തന്നെ നാം ചൊല്ലുന്ന വജ്ജഹത്തുവിൻ്റെയും, വജ്ജഹത്തുവിലൊക്കെ നമ്മളിത് പ്രത്യേകം സമ്മതിച്ച് പറയുന്നുണ്ടല്ലോ, ആകാശഭൂമികളെ പടച്ചവന് വേണ്ടി നമ്മുടെ ശരീരത്തെ നമ്മളങ്ങ് സമർപ്പിച്ചുകൊണ്ടാണ് നിസ്കാരത്തിലേക്ക് കടക്കുന്നത്. വജ്ജഹത്തു ഒരു വലിയ സംഭവമാണ്. അതേക്കുറിച്ച് മുമ്പ് ഞാൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്, ഇവിടെ നീട്ടി പറയുന്നില്ല. പിന്നീട് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉപരിലോകം വല്ലാത്ത ഒരു സംഗതിയാണ്. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. നാലപ്പാട് പറഞ്ഞില്ലേ, അനന്തമജ്ഞാതമവർണ്ണനീയം, ഈ ഗോളലോകം തിരിയുന്ന മാർഗം അതിങ്ങലെങ്ങാണ്ടൊരിടത്തിരുന്ന് തിരിയുന്ന മനുജൻ കഥയെന്തു കണ്ടു. അനന്തവും അജ്ഞാതവും അവർണ്ണനീയവുമാണ് ഈ കാണുന്ന മഹാപ്രപഞ്ചം. ഈ ഗോളലോകം എങ്ങനെയാ തിരിയുന്നത്, അത് ചലിക്കുന്നത് നമുക്കറിയില്ല. എന്നാൽ ആ പ്രപഞ്ചത്തിൽ ഒരേ ഒരു ഗോളം, ഒരു മൺഗോളം ഭൂമി, ആ ഭൂമിയുടെ ഒരു മൂലയിലിരുന്നിട്ട് അതാ അതിങ്ങലെങ്ങാണ്ടൊരിടത്തിരുന്ന് തിരിയുന്ന മനുജൻ കഥയെന്തു കണ്ടു. മനുഷ്യൻ എന്തറിയാം, മർത്യൻ എന്തറിയാം, ഒന്നും അറിയില്ല. ഇതേക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുക 7 ആകാശമുണ്ട്. അതുകൊണ്ട് നമ്മൾ തിടുക്കം കാട്ടണ്ട. മുസ്ലിം എഴുത്തുകാരിൽ ചിലരൊക്കെ 7 ആകാശത്തെ വ്യാഖ്യാനിച്ച് അത് ഉള്ളിപ്പാട പോലെയുള്ള 1-ാം ആകാശത്തിൻ്റെ പാളികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ളുൽമാണത് ഖുർആനിനോട് ചെയ്യുന്ന. കാരണം മുത്തുനബി ഓരോ ആകാശത്തിൻ്റെയും ഇടയിൽ 500 കൊല്ലത്തെ വൈദൂരമുണ്ടെന്ന് പഠിപ്പിച്ചവരാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ തിടുക്കം കൂട്ടണ്ട. കാരണം ശാസ്ത്രം നാളെയോ മറ്റന്നാളോ 2-ാം ആകാശം കണ്ടെത്തി എന്ന് പറയുമ്പം നമ്മളിത് തിരുത്തേണ്ടി വരും. അത് വേണ്ട. ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കരുത്, കാലിനൊപ്പിച്ച് ചെരുപ്പ് മുറിക്കുകയാണ് വേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സത്യമായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.